പ്രിയമുള്ളവരെ, എൻ്റെ കൊച്ചു പുസ്തകശാലയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് പക്ഷേ ഞാനൊരു യാത്രയിലാണ്. ആ യാത്ര തുടങ്ങുന്നത് ദില്ലിയുടെ തിരക്കേറിയ മഹാനഗരത്തിൽ നിന്നാണ്. എത്തിച്ചേരുന്നത് ഒരു പുണ്യനഗരത്തിലാണ്. ദീപശിഖകളും മണിനാദങ്ങളും മാത്രമുള്ള ഒരു പുണ്യനഗരം. ഹോമകുണ്ഡങ്ങളുടെ ആഴികൾ നമുക്കവിടെ കാണാൻ സാധ്യമാകും. എന്നോടൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ട്, രമേശ്. കൗതുകം കൂടിയിട്ടുണ്ടാവും അല്ലേ? ഒരു യാത്രയിൽ എന്നോടൊപ്പം സന്തോഷങ്ങളും സങ്കടങ്ങളും വിസ്മയങ്ങളും പങ്കിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇന്നെൻ്റെ പുസ്തകം എം മുകുന്ദൻ മാഷ്ടെ ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. വിസ്മയത്തിൽ നിന്ന് വിസ്മയത്തിലേക്ക് നമ്മെ നയിക്കുന്ന മുകുന്ദൻ മാഷ്ടെ ഒരു നോവലാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഇത് നേരത്തെ 72-ൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. കറണ്ട് ബുക്സിലാണ്. പിന്നീട് അതിൻ്റെ പബ്ലിക്കേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും കയ്യിൽ കാണും. എന്നാലും ഞാനിതിനെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായി കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. നമുക്കൊരുമിച്ച് പോകാം ഈ യാത്രയിൽ. ഇതിലെ കഥാനായകനാണ് രമേശ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ രമേശിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു വർണ്ണനയൊന്നും മുകുന്ദൻ മാഷ് നോവലിൽ കൊടുക്കുന്നില്ല കേട്ടോ. അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ നമുക്ക് ആ വരികൾക്കിടയിലൂടെ രമേശിൻ്റെ ശരീരപ്രകൃതി നമുക്ക് നന്നായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ മുടി ഇഴകളിലൂടെ അമ്മ തലോടുന്നത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് മുടി വളർത്തി, താടി വളർത്തി, ചരസും ഭാങ്ങും ഒക്കെ കഴിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അതാണ് കൃശഗാത്രനായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ആണ് രമേശ് എന്ന് പറയുന്നത്. നമുക്കിത് വരികളിലൂടെ ഇത് ശരിക്ക് വായിച്ചെടുക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. അമ്മയ്ക്ക് നന്നായി അറിയാം മകൻ കഞ്ചാവ് വലിക്കുമെന്നും ചരസും ഭാഗവും ഒക്കെയുണ്ട്, ഇടയ്ക്ക് സ്ത്രീകളുമുണ്ട് കൂടെ എന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. പക്ഷെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇടയ്ക്ക് രമേശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ദുഃഖം? രമേശ് ഇങ്ങനെ വിസ്മയത്തിൽ നോക്കിക്കിടക്കുകയേ ഉള്ളൂ, ഉത്തരം നൽകാറില്ല. ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് അമ്മേ എന്ന് പറയും. അപ്പോഴമ്മ തിരിച്ചു പറയും, മോനെ, നിൻ്റെ ദുഃഖം മാറണമെങ്കിൽ നിനക്ക് മറ്റൊരു ദുഃഖം വേണം, എങ്കിലേ അത് മാറുകയുള്ളൂ എന്ന് പറയാറുണ്ട്. പലപ്പോഴും അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമൊക്കെ നമുക്ക് രസകരമാണ്. സ്നേഹത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അമ്മ പറയും, സ്നേഹമാണ് ബന്ധത്തിൻ്റെ. അപ്പോൾ മകൻ പറയുന്നുണ്ട്, സ്നേഹത്തെക്കാൾ ഉപരി ബന്ധങ്ങളാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. അതൊക്കെ നമുക്ക് രസകരമായി വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കഥ തുടങ്ങുന്ന ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്നാണ്. സ്വാതന്ത്ര്യദിനം ഒരു വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളി, ശനി, ഞായർ 3 ദിവസം അവധിയാണ്. അപ്പോൾ ഓഫീസിൻ്റെ തിരക്കുകളിൽ നിന്നും ഡൽഹിയുടെ തിരക്കിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും 3 ദിവസം പോകണം. അതാണ് രമേശിൻ്റെ ആഗ്രഹം. ഒട്ടേറെ സ്ഥലങ്ങളെക്കുറിച്ച് ആലോചിച്ചു. അവസാനം അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് മാനസാദേവിയും ബ്രഹ്മകുണ്ഡവും വിളിക്കുന്ന ഹരിദ്വാറിലേക്കൊരു യാത്ര. രമേശിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. അവൻ്റെ ഭാര്യയല്ല, അവൻ്റെ കാമുകിയാണ് സുജ. ഇവരൊരുമിച്ചുള്ള യാത്രയാണ് പോകുന്നത്. ആ യാത്ര തുടങ്ങി ട്രെയിനിൽ ഇവർ പോകുന്നു. ആ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം വളരെ നല്ല മനോഹരമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവൻ്റെ ചിന്ത യഥാർത്ഥത്തിൽ അപ്പോഴും ഈ യാത്രയിലൂടെ എല്ലാം പോകുമ്പോഴും സുജ അടുത്തുണ്ട് എങ്കിൽ പോലും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ചരസും ഭാഗമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവൻ്റെ ചിന്ത മരണത്തെക്കുറിച്ചായിരുന്നു എന്നുള്ളത് അവൻ്റെ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മറ്റൊരു സംഭവം, അവൻ്റെ ഉള്ളിൽ കുറച്ച് വിപ്ലവമുണ്ട്. ബുർഷ്വാസി ഇങ്ങനെ പ്രൊലറ്റേറിയറ്റ് ആവുന്നു, പ്രോലറ്റേറിയറ്റ് എങ്ങനെ ബുർഷ്വാസിയാവുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അവൻ സുജയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ രമേശ് പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ ഡിസ്കവറി അല്ല സുജയ്, ഇതൊക്കെ എൻ്റെ ചരസിൻ്റെ ഡിസ്കവറിയാണ് എന്നാണ് പറയുന്നത്. പല ചർച്ചകൾ ആ തരത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഭാങ്ങും ചരസുമൊക്കെ അവൻ്റെ ശിരസിനെ എത്രത്തോളം സ്വാധീനിച്ചോ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരിദ്വാറിലെ മണികളും ഹോമകുണ്ടങ്ങളും അവൻ്റെ സിരകളെ തന്നെ മത്തുപിടിപ്പിക്കുകയാണ്. 3 ദിവസം അവർ ലോഡ്ജ് മുറിയിൽ കഴിയുന്നു. അതിനകത്തെ പ്രണയരംഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. മറ്റുള്ള ഇവൻ്റെ ചരസിനടിമപ്പെട്ടുള്ള ഇവൻ്റെ ഭ്രാന്തമായ ചിന്തകളെക്കുറിച്ചും അലച്ചിലുകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ചന്ദനത്തിരികളുടെയും പുഷ്പങ്ങളുടെ ഗന്ധവുമെല്ലാമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ആ ഹോമാഗ്നിയിൽ തൻ്റെ അസ്തിത്വം പോലും, ഹരിദ്വാറിലെ ഹോമാഗ്നികളിൽ രമേശിന് തോന്നുന്നു തൻ്റെ അസ്തിത്വം പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നലാണ്. അങ്ങനെ ഒരു രമേശിനെയും നമുക്കതിൽ കാണാൻ കഴിയും. യാത്രയുടെ ഒരു 2-ാം ദിവസം അവൻ്റെ കയ്യിൽ തീരുന്നു, ലഹരി വസ്തുക്കൾ തീരുകയാണ്. പിന്നീട് അവനുണ്ടാകുന്ന ഭ്രാന്ത് അപാരമാണ്, അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. മൈലുകൾ തോറും താണ്ടി താണ്ടി പോവുകയാണിത് കിട്ടുന്നതിന് വേണ്ടി. പക്ഷെ ഹരിദ്വാറിൻ്റെ ചുറ്റുവട്ടത്തെ ലഹരി അനുവദനീയമല്ല. എങ്കിലും നമുക്കറിയാമല്ലോ, രഹസ്യമായി പല കേന്ദ്രങ്ങളിലും ഇത് വിൽക്കുന്നുണ്ട്. അവനങ്ങനെ നടന്ന് ക്ഷീണിതനായി, ഭക്ഷണമോ കഴിച്ചിട്ടില്ല, ക്ഷീണിതനായി ഇത് കിട്ടുന്നതിന് വേണ്ടിയുള്ള അലച്ചിൽ അത് എത്ര ദയനീയമാണെന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അവസാനം അവൻ എത്തിച്ചേരും, കിട്ടും അവന്. പിന്നീട് അതിൽ അടിപ്പെട്ട് രാത്രി മുഴുവൻ കഴിഞ്ഞുകൂടുന്ന രമേശിനെ സുജയെ പോലും വകവയ്ക്കാതെ. എന്നാലും പിറ്റേ ദിവസം ഒരു യാത്ര പോകുന്നുണ്ട്. മാനസീദേവിയുടെ ആ കുന്നിൻ്റെ മുകളിലേക്ക് ചന്ദനത്തിരിയും പുഷ്പങ്ങളും ഒക്കെയായി കടന്നു പോകുമ്പോൾ ആ പോണ വഴിയിൽ അവന് അവൻ്റെ അമ്മയെപ്പോലെ കാണുന്ന ഒരു സ്ത്രീയെ കാണും, തൻ്റെ അമ്മയെപ്പോലെ. ആ അമ്മ കൈക്കുമ്പിൾ നിറയെ പുഷ്പങ്ങൾ ഇവരുടെ കൈകളിൽ കൊടുക്കും. മോനെ, ഇത് മാനസീദേവിക്ക് സമർപ്പിക്കണേ, എനിക്ക് ആ കുന്ന് മുഴുവൻ കയറാൻ സാധ്യമാകുന്നില്ല. അവർ പോകും. അതിനുശേഷം അവിടെ ഒരു വൃക്ഷം, അതിലെന്താഗ്രഹവും സാധിക്കും. അവിടെ ഒരു ഭാഗ് കെട്ടിയാൽ അതെല്ലാം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ മനസ്സിൽ സുജ ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. ഇവൻ ഈ ചരട് കെട്ടുമ്പോൾ ആഗ്രഹിച്ചത് എന്താ? വിയറ്റ്നാമിലൊന്നും യുദ്ധമുണ്ടാവില്ലേ, അതാണ് അവൻ ആഗ്രഹിച്ചത് എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം അവനെ ആ ഹരിദ്വാറിൻ്റെ ആ പച്ചപ്പും ഹരിദ്വാറിൻ്റെ മറ്റ് ആ ഭസ്മത്തിരികളുടെ ഗന്ധവും എല്ലാം ഭിക്ഷുക്കളെ കാണുമ്പോഴുമെല്ലാം ഹരിദ്വാർ ഇവനെ മത്തുപിടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 3-ാം ദിവസം ഇവന് പോരാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ കഞ്ചാവും ചരസും എല്ലാം ഉണ്ട്. അവൻ അതിനെല്ലാം അടിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹരിദ്വാറിന് തൻ്റെ അസ്തിത്വത്തെ വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാലും സുജയുടെ കൂടെ തിരിച്ചു വരികയാണ്. തിരിച്ചു വീട്ടിലെത്തി. പക്ഷേ വീണ്ടും ഇവൻ്റെ ഭ്രാന്തമായ മനസ്സ് അലയുകയാണ്. ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. ആ മണിനാദം ഇവൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ഇവൻ കൺ തുറന്നാൽ കാണുന്നത് മുഴുവനും മാനസാദേവിയാണ്, ഹോമകുണ്ടങ്ങളാണ്, ചന്ദനത്തിരികൾ എരിയുന്നതാണ്. അവന് കഴിഞ്ഞില്ല അവൻ്റെ നാട്ടിൽ നിൽക്കാൻ. അവൻ തിരിച്ചു പോവുകയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അവൻ ആദ്യം ഹരിദ്വാറിൽ ചെന്ന് ഇറങ്ങുന്നത് പാൻറ്റും ഷർട്ടും കോട്ടുമിട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവസാനം ആ ഭിക്ഷുക്കളുടെ നടുവിലേക്ക് മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി കഞ്ചാവിൻ്റെ ചരസിൻ്റെ എല്ലാം ആ ഒരു വിസ്മയത്തിൽ പെട്ടുകൊണ്ട് ഒരു ഭിക്ഷുവിനെ പോലെ ഹരിദ്വാറിലെ മണികൾ വിളിക്കുന്നു. ആ മണിനാദം കേട്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന രമേശിനെയാണ് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം നമ്മുടെ പുസ്തക ശേഖരത്തിന് ഒരമൂല്യമായ സമ്പത്തായിരിക്കും. നിങ്ങളും വായിക്കണം. വായിച്ചവർ ഒന്നുകൂടി വായിക്കണമെന്ന് സ്നേഹപൂർവ്വം പറയുകയാണ്. മറ്റൊരു പുസ്തകവുമായി ഞാൻ വീണ്ടും വരാം. തുളസി.